Good morning, all. Today we are starting with the last chapter, air pollution. So, introduction. Air is essential for life itself. Without it, we could survive only a few minutes. It constitutes immediate physical environment of living organisms. The atmosphere is layered into four distinct, which are troposphere, stratosphere, mesosphere, and thermosphere. അല്ലേ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. എയർ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. അപ്പോൾ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് എയർ, അല്ലേ. വിത്തൗട്ട് എയർ വി കനോട്ട് ലീവ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറുകളെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ദ നോർമൽ കോമ്പോസിഷൻ ഓഫ് അവർ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിലെ എയർ എന്ന് പറയുന്നതിൻ്റെ കോമ്പോസിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എയറിൽ നൈട്രജൻ 78.1% എയറിൽ നൈട്രജനാണ്. ഓക്സിജൻ 20.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03%, മറ്റുള്ളത് 0.07%. നോബിൾ ഗ്യാസസ് ക്രിപ്റ്റോൺ, സെനോൺ, ആർഗോൺ, ഹീലിയം എന്ന് ഈ പറഞ്ഞ നോബിൾ ഗ്യാസസുകളും ഉണ്ട്. നോബിൾ ഗ്യാസസും അല്ലെങ്കിൽ ഈ പറഞ്ഞ എലമെൻസുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം പഠിക്കും കേട്ടോ. മീഥെയിൻ, സൾഫർ, ഡയോക്സൈഡ്. അപ്പോൾ എയറിൻ്റെ കോമ്പോസിഷൻ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലും ഈ കോമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് എയർ പൊല്യൂഷൻ? അപ്പോൾ പൊല്യൂഷൻ എന്തുവാന്ന് നമുക്കറിയാം, മലിനീകരണം. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയും? വായു മലിനീകരണം. എയർ പൊല്യൂഷൻ കൺസിസ്റ്റ് ഓഫ് ഗ്യാസസ്, ലിക്വിഡ്സ് ഓർ സോളിഡ്സ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ ഹൈ ഇനഫ് ലെവൽസ് ടു ഹാം ഹ്യൂമൻസ്, അതർ ഓർഗാനിസംസ് ഓർ മെറ്റീരിയൽസ്. അപ്പം എന്തെങ്കിലും ഗ്യാസസുകൾ, അത് ഗ്യാസസുകളാകാം, അല്ലെങ്കിൽ ലിക്വിഡ്സുകളാകാം, അല്ലെങ്കിൽ സോളിഡ്സ് അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നു. ഇത് അതിൻ്റെ ഒരു അനുവദനീയമായ ലെവലിൽ കൂടിക്കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഹ്യൂമൻസിനും മറ്റ് ലിവിങ് ഓർഗാനിസങ്ങളിലും മറ്റ് മെറ്റീരിയൽസിനും, അതായത് മോണുമെൻസിനും ഒക്കെ എന്തുണ്ടാക്കാം? ഹാം ഉണ്ടാക്കുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. Then, how can we define air pollution? May be defined as any atmospheric condition in which certain substances are present in such concentration that they can produce undesirable effects on man and his environment. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഏതൊരു അൺഡിസൈറബിൾ കണ്ടീഷനും എന്തിന് കാരണമാകുന്നു? അൺഡിസൈറബിൾ ഇഫക്ട്സ് ആരിലുണ്ടാക്കുന്നു? മനുഷ്യരിലും അതിൻ്റെ പരിസ്ഥിതിക്കും ഉണ്ടാക്കുന്നു എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? എയർ പൊല്യൂഷൻ. അപ്പോൾ ആ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ക്യാൻ വി ഡിഫൈൻ എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഇൻ വിച്ച് സർട്ടൺ സബ്സ്റ്റൻസസ് ആർ പ്രസൻറ്റ് ഇൻ സച്ച് കോൺസെൻട്രേഷൻസ്. അപ്പം ചില സബ്സ്റ്റൻസുകളുടെ കോൺസെൻട്രേഷൻ അനിയന്ത്രിതമായ അളവിൽ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ കൂടുന്നു. അപ്പോൾ അതെന്തിന് കാരണമാകുന്നു? എയർ പൊല്യൂഷന് കാരണമാകുന്നു. എനി വിസിബിൾ ഓർ invisible particle or gas found in the air that is not part of the original or normal composition. Then what is air pollution? Air pollutants may be either emitted into the atmosphere or formed within the atmosphere itself. ഒന്നുകിൽ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിപ്പം ഫാക്ടറികളിൽ നിന്ന്, പുകക്കുഴലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക ഇല്ലേ, അതേപോലെ തന്നെ ഓട്ടോമൊബൈൽസ് വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അപ്പം ചിമ്മിനികളിൽ കൂടി പുറത്തേക്ക്. അപ്പോൾ ഇതെല്ലാം എമിഷനാണ്. എയർ പൊല്യൂട്ടൻസ് അങ്ങനെ എമിറ്റ് ചെയ്യാം അറ്റ്മോസ്ഫിയറിലേക്ക്. പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സസ് സച്ച് ആസ് ഫാക്ടറി, ചിമ്മിനി എന്നാണ് അത്, ചിമ്മിനി ഓർ എക്സോസ്റ്റ് പൈപ്പ്. സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എക്സാമ്പിൾ ഓസോൺ. അപ്പോൾ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ എന്താണ്? ഓസോണാണ്. ഓസോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയർ പറഞ്ഞപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട് ഇല്ലേ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ അൾട്രാവയലറ്റ് സൺലൈറ്റിലുള്ള അൾട്രാവയലറ്റ് റേസ് വന്ന് വീഴുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഒരു ലെയറാണ് ഓസോൺ ലെയർ. ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ്. ഓക്സിജൻ്റെ 3 ആറ്റം ചേരുന്ന ഒരു ലെയറാണ്. അതൊരു ഹൈലി പോയിസണസ് ആണ്. പക്ഷേ അത് സ്ട്രാറ്റോസ്ഫിയറിൽ അത് നമുക്ക് വളരെയധികം, ഭൂമിക്കൊരു കുട പോലെ ഭൂമിയെ സണ്ണിൽ നിന്നുള്ള ഹാംഫുൾ റേഡിയേഷൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഓസോൺ. പക്ഷേ അതൊരു സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് ആണ് ഓസോൺ.
ദെൻ സോഴ്സസ് ഓഫ് പ്രൈമറി എയർ പൊല്യൂഷൻ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ഏതാണ്? ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗതാഗതം, വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഇത് എയർ പൊല്യൂട്ടൻസ് എത്രയുണ്ട്? 57%. ഇനിയും അത് കഴിഞ്ഞ് വരുന്നത് ഫ്യൂവൽ കമ്പഷൻ എക്സെപ്റ്റ് ഇൻ വെഹിക്കിൾസ്, അതായത് ഓട്ടോമൊബൈൽസും ട്രാൻസ്പോർട്ടേഷൻ്റെ കൂട്ടത്തിൽ അത് വരും. പിന്നെ ഓട്ടോമൊബൈൽസുകളുടെ പുകക്കുഴലുകളിൽ നിന്ന് പുറത്തു വരുന്ന പുക. അതേപോലെ തന്നെ ഫ്യൂവൽ കമ്പഷൻ, ഇന്ധനങ്ങൾ കത്തുമ്പോൾ, ഇന്ധനങ്ങളുടെ ജ്വലനം എന്ന് പറഞ്ഞാൽ പെട്രോള്, ഡീസൽ പോലുള്ള ഇന്ധനങ്ങൾ കത്തുമ്പോൾ എത്രയുണ്ട്? 21%. ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് 12%, മിസ്ലേനിയസ് 10%. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകൾക്ക് 10%, ബാക്കി അല്ലാതെ വരുന്നതൊക്കെ എല്ലാം കൂടെ കൂട്ടി എത്ര വരും? 10%. ദെൻ ദ മെയിൻ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ആർ, എന്തൊക്കെയാണ് എയർ പൊല്യൂഷന് കാരണം? ഒന്ന്, ഓട്ടോമൊബൈൽസ്. മോട്ടോർ വെഹിക്കിൾസ് ആർ എ മേജർ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ത്രൂ ഔട്ട് ദി അർബൻ ഏരിയാസ്. ദ എമിറ്റ് ഹൈഡ്രോകാർബൺസ്, കാർബൺ മോണോക്സൈഡ്, ലെഡ്, നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. അപ്പോൾ വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ പുകയിൽ ഉള്ളത് എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ലെഡ് ഉണ്ട്, നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ട്, മറ്റ് കണികകളായിട്ടുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്. ഇൻ സ്ട്രോങ് സൺലൈറ്റ് സർട്ടൺ ഓഫ് ദീസ് ഹൈഡ്രോകാർബൺസ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ മേ ബി കൺവേർട്ടഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ ടു ഫോട്ടോകെമിക്കൽ പൊല്യൂട്ടൻസ് ഓഫ് ഓക്സിഡൈസിങ് നേച്ചർ. അപ്പം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ പറഞ്ഞ ഹൈഡ്രോകാർബൺസുകൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനും കാർബണും എല്ലാം കൂടെ ചേരുന്നതാണ് ഹൈഡ്രോകാർബൺസ്. ഈ ഹൈഡ്രോകാർബൺസും നൈട്രജൻ്റെ ഓക്സൈഡ്സ്, ഇപ്പോൾ നൈട്രജൻ ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഓക്സൈഡ് ഉണ്ട്, അങ്ങനെയുള്ള ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്തായിട്ട് മാറും? ഫോട്ടോ കെമിക്കൽ പൊല്യൂട്ടൻസ് ആയിട്ട് മാറും. ഫോട്ടോ മീൻസ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ പറഞ്ഞ ഹൈഡ്രോ കെമിക്കൽസുകൾ എന്തായിട്ട് മാറും? ഫോട്ടോ കെമിക്കൽസുകളായിട്ട് മാറും. അപ്പം അതും എന്തിന് കാരണമാകും? പൊല്യൂഷന് കാരണമാകും. ഇൻ അഡീഷൻ, ഡീസൽ എൻജിൻസ് വെൻ മിസ്യൂസ്ഡ് ഓർ ബാഡ്ലി അഡ്ജസ്റ്റഡ് ആർ കേപ്പബിൾ ഓഫ് എമിറ്റിംഗ് ബ്ലാക്ക് സ്മോക്ക് ആൻഡ് മാലോഡറസ് ഫ്യൂംസ്. അതായത് എൻജിനുകൾ അവിടെ ഡീസൽ കത്തുമ്പോഴും എന്തുണ്ടാകും? മിസ്യൂസ്ഡ് ഓർ ബാഡ്ലി അഡ്ജസ്റ്റഡ്, എന്തിന്? എമിറ്റിംഗ് ബ്ലാക്ക് സ്മോക്ക്, അല്ലേ, കറുത്ത പുക പുറത്തേക്ക് വരും. മാലോഡറസ് ഫ്യൂംസ്, അതുപോലെ തന്നെ അതിൻ്റെ ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മെല്ല്, അല്ലേ. അപ്പോൾ മാലോഡറസ് ആയിട്ടുള്ള നമുക്കറിയാം, വണ്ടിയുടെ പുകക്കുഴലിൽ നിന്ന് വരുന്ന പുകയും കറുത്ത പുകയും അതിൻ്റെ ഒരു സ്മെല്ലും ഫ്യൂംസ്, അല്ലേ, പുകയും ഉണ്ടാക്കും. പുക ഫോം ചെയ്യും. ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ പുക. The main sources of air pollutions are, first one, industries. Combustion of fuel to generate heat and power produces smoke, sulfur dioxide, nitrogen dioxide and fly ash. അപ്പം ഫാക്ടറികളിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ധനങ്ങളെന്ന് പറയുമ്പം നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ ഏതാണ്? പെട്രോളിയം, ഡീസലും, അല്ലേ. ഫോസിൽ ഫ്യൂവൽസുകളായ പെട്രോളിയം, ഡീസലും കത്തുമ്പോൾ എന്തുണ്ടാകും? ഓക്സൈഡ്സ്, ഗേഷ്യസ് പൊല്യൂട്ടൻസ് ഉണ്ടാകും. ഗേഷ്യസ് പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ്. സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡ്സുകൾ ഉണ്ടാകുന്നു. അതാണ് ഗേഷ്യസ് പൊല്യൂട്ടൻസ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഗേഷ്യസ് പൊല്യൂട്ടൻസ് ആർ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ. അപ്പോൾ ഗേഷ്യസ് പൊല്യൂട്ടൻസ് എങ്ങനെയുണ്ടാകുന്നത്? ബൈ ദ കമ്പഷൻ ഓഫ് ദ ഫോസിൽ ഫ്യൂവൽസ്. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസുകൾ കത്തുമ്പോൾ ഫാക്ടറികളുടെ പുകക്കുഴലുകളിൽ നിന്ന് ഇവർ പുറത്തേക്ക് വരും. പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് ജനറേറ്റ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഓർഗാനിക് ഹാലൈഡ്സ്. പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നും ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓർഗാനിക് ഹാലൈഡുകളും മറ്റും പുറത്തേക്ക് വരുന്നു. മെനി ഇൻഡസ്ട്രീസ് ഡിസ്ചാർജ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഓസോൺ, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. ഇൻഡസ്ട്രീസ് ഡിസ്ചാർജ് ദെയർ വേസ്റ്റ് ഫ്രം ഹൈ ചിമ്മിനീസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ സ്പീഡ്, അല്ലേ. അപ്പോൾ നമ്മൾ കൊല്ലം ഭാഗത്തോടൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാം, യാത്ര ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുണ്ട്, ചിമ്മിനികളിൽ നിന്നും നല്ല കറുത്ത് ഉരുണ്ട പുക പുറത്തേക്ക് വരുന്ന ചിമ്മിനികളിൽ കൂടി. അപ്പോൾ അത് വരുന്നത് ഹൈ ടെമ്പറേച്ചറിലും ഹൈ സ്പീഡിലുമാണ് അറ്റ്മോസ്ഫിയറിലേക്ക് അത് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിനു കാരണമാകും? വായു മലിനീകരണത്തിന് കാരണമാകും. ദെൻ ദ മെയിൻ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ആർ ഡൊമസ്റ്റിക് സോഴ്സസ്, അല്ലേ. അപ്പോൾ ഡൊമസ്റ്റിക് സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾക്ക്, അപ്പോൾ നമുക്കറിയാം വീടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിറകടുപ്പില്ലേ, ചിമ്മിനികളിൽ കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. ഡൊമസ്റ്റിക് കമ്പഷൻ ഓഫ് കോള്, കൽക്കരി, വുഡ് ഓർ ഓയിൽ ഈസ് എ മേജർ സോഴ്സ് ഓഫ് സ്മോക്ക്, ഡസ്റ്റ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ്. ടൊബാക്കോ സ്മോക്ക്, പുകയിലയിൽ നിന്നും പുക.
the most direct and important source of air pollution of affecting the health of many people. Even those who do not smoke may inhale the smoke produced by others. അവരെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ ആ വായിൽ സിഗരറ്റ് വെച്ച് വലിക്കുന്ന ഒരാളുണ്ടല്ലോ, ആ ആളാണ് ആക്റ്റീവ് സ്മോക്കർ. കാരണം അയാളുടെ വായിലാണ് സിഗരറ്റ് ഇരിക്കുന്നത്, അപ്പോൾ അയാൾ വലിക്കുകയാണ്. അപ്പോൾ അയാളുടെ കുറച്ച് പുക വായിക്കകത്തേക്കും മൂക്കിക്കൂടെ പുറത്തേക്കും ഒക്കെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ആക്റ്റീവ് സ്മോക്കർ. പാസീവ് സ്മോക്കർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പരിസരത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പാസീവ് സ്മോക്കർ. അപ്പോൾ അവരുടെ വായിൽ സിഗരറ്റ് ഇല്ലെന്നേ ഉള്ളൂ, അവർ ആ സ്മോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ പറയാം. സിഗരറ്റ് സ്മോക്കിൽ ഒരു കാഴ്സിനോജൻ ഉണ്ട്. കാഴ്സിനോജൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസ്, അതായത് ബെൻസോപൈറിൻ എന്ന് പറയുന്ന ഒരു കാഴ്സിനോജൻ സിഗരറ്റിൻ്റെ സ്മോക്കിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാസീവ് സ്മോക്കിംഗ് പോലും നമുക്ക് എന്തുണ്ടാക്കും, അപകടം ഉണ്ടാക്കും. Then miscellaneous, these comprises burning refuse, incinerators, pesticides, spraying, natural sources, example windborne dust, fungi moles, bacteria and nuclear energy programs. All these contribute to air pollution. അതുപോലെ തന്നെ മറ്റ് മിസ്ലേനിയസ് വരികയാണെങ്കിൽ ബേണിംഗ് റെഫ്യൂസ്, അതായത് നമ്മളിപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും പരിസരത്തൊക്കെ നമ്മൾ വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും. ദെൻ ഇൻസിനറേറ്റർ ഇപ്പം സഞ്ജീവനി ഹോസ്പിറ്റലിൽ ചെല്ലുവാണെങ്കിൽ ആ കാർ പാർക്കിംഗ് ഏരിയയുടെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി വലിയ നീളത്തിലൊരു സിമ്മിനി ഉണ്ട്. ഇൻസിനറേറ്ററാണ്. ഇൻസിനറേറ്ററിൽ ചെയ്യുന്ന എന്താ, ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ യൂസ് ചെയ്ത നീഡിൽസുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അവരെന്ത് ചെയ്യുകയാണ്, കത്തിച്ച് കളയാണ്. അപ്പോൾ ഇൻസിനറേറ്റേഴ്സിൽ നിന്നും പുറത്തു വരുന്ന പുക, ഇതെല്ലാം പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം, ഇതെല്ലാം എന്തുണ്ടാക്കുന്നു, എയർ പൊല്യൂഷന് കാരണം ആകുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്രോഗ്രാംസ്, ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നതും പൊല്യൂട്ടൻസ് തന്നെയാണ്. അപ്പം വാട്ട് ആർ ദ 5 മേജർ പൊല്യൂട്ടൻസ്? കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ ആൻഡ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ. അതിൽ കാർബൺ മോണോക്സൈഡ്, ഇറ്റ് ഈസ് എ കളർലെസ് ഓഡർലെസ് ഗ്യാസ്. ഓഡർലെസ് എന്ന് പറഞ്ഞാൽ മണമില്ല. എ പ്രോഡക്റ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽ സച്ച് ആസ് ഇൻ ഓട്ടോമൊബൈൽസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, ഹീറ്റിംഗ് ഫെസിലിറ്റീസ് ആൻഡ് ഇൻസിനറേറ്റേഴ്സ്. അതായത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ്. അതായത് പെട്രോളും ഡീസൽ പോലുള്ള ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ, അതായത് അതിൻ്റെ ജ്വലനം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. Some widespread natural non-biological and biological sources have also been identified. ഇനിയും കാർബൺ മോണോക്സൈഡ് അല്ലാതെ നോൺ ബയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ സോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ മോണോക്സൈഡിൻ്റെ പുറത്തു വിടുന്നുണ്ട്. കോൺസെൻട്രേഷൻസ് ഇൻ അർബൻ ഏരിയാസ് ഡിപ്പെൻഡ് ഓൺ വെതർ ആൻഡ് ട്രാഫിക് ഡെൻസിറ്റി. ഇപ്പോൾ അർബൻ ഏരിയാസിൽ, നഗരങ്ങളിലൊക്കെ ചെന്ന് നമുക്കറിയാം വാഹനങ്ങളുടെ അനിയന്ത്രിതമായ നിര ഇല്ലേ, നീണ്ട നിര നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് എത്രമാത്രം വാഹനങ്ങൾ, അപ്പോൾ അതെല്ലാം അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അവിടെയുള്ള അതിൻ്റെ കാർബൺ മോണോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കാട്ടിൽ കൂടുതൽ എവിടെയായിരിക്കും, നഗരപ്രദേശങ്ങളിലായിരിക്കും. Effect of carbon monoxide pollution on the health. It causes harmful effect by reducing oxygen delivery to body organ. In extremely high level it can cause death. അതായത് നമുക്കറിയാം ഓക്സിജൻ, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ നമ്മൾ അങ്ങോട്ട് ഇൻഹെയിൽ ചെയ്ത് ഈ ഓക്സിജൻ ലങ്സിൽ ചെല്ലും. എന്നിട്ട് ഈ ഓക്സിജനെ ആര് മേടിക്കും, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ മേടിക്കും. എന്നിട്ട് അവർ തമ്മിൽ ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. എന്നിട്ട് ഈ ഓക്സി ഹീമോഗ്ലോബിനുമായിട്ട് ബ്ലഡ് സെല്ലുകളിൽ ചെല്ലും. എന്നിട്ട് അവിടെ വെച്ച് അവർ തമ്മിൽ വേർപിരിയും. അതായത് അവരുടെ ബന്ധത്തിന് വലിയ ആയുസില്ല, അവർ പെട്ടെന്ന് അങ്ങ് ബ്രേക്കപ്പ് ആകും. എന്നിട്ട് ഓക്സിജനെ സെല്ലിന് കൊടുക്കും, ഹീമോഗ്ലോബിൻ തിരിച്ച് ബ്ലഡിലേക്ക് പോകും. അതേസമയം ഇതേ ഹീമോഗ്ലോബിന് അഫിനിറ്റി എന്ന് പറയുന്നത് താല്പര്യം കൂടുതൽ ആരോടാ, കാർബൺ മോണോക്സൈഡിനോടാണ്. കാരണം താല്പര്യം കൂടുതലുള്ളത് കൊണ്ട് കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർ തമ്മിൽ വേർപിരിയുന്ന പ്രശ്നമില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്, അവരൊരിക്കലും വേർപിരിയില്ല. അപ്പം ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഹീമോഗ്ലോബിൻ കയറി കാർബൺ മോണോക്സൈഡുമായിട്ട് അങ്ങ് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും.
കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഹൈലി പോയിസണസ് ആണ്. അപ്പോൾ അത് നമുക്ക് വിതിൻ സെക്കൻഡ് മരണകാരണമാവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ടൂർ പോയ ഒരു 5-6 പേര് നേപ്പാളിലെ ഒരു ലോഡ്ജിലെ റൂമിൽ മരിച്ചു കിടന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടു. അപ്പോൾ അതൊക്കെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ആണ്. അടച്ചിട്ട മുറികളിൽ, അതിലെ ക്ലാസ്മേറ്റ് സിനിമയ്ക്കകത്ത് ജനറേറ്റർ റൂമിൽ പുക ശ്വസിച്ച് മരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അതിനെയാണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് പോയിസൺ. നമ്മളെ ആണെങ്കിൽ തന്നെ ജനലും ഒക്കെ അടച്ചിട്ട് പുകയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ കാർബൺ മോണോക്സൈഡ് എമിഷനുള്ള പുക അല്ലെങ്കിൽ പുക നിറഞ്ഞ ഒരു മുറിയിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ നമുക്ക് എന്ത് സംഭവിക്കാം? മരണം സംഭവിക്കാം. കാർബൺ മോണോക്സൈഡ് അഫിനിറ്റി അതാണ് പറഞ്ഞത്. കാർബൺ മോണോക്സൈഡിന് അഫിനിറ്റി താല്പര്യം ഹീമോഗ്ലോബിനുമായിട്ട് എത്രയാണ്? 240 മുതൽ 270 ടൈംസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. അതായത് കാർബൺ മോണോക്സൈഡ് അഫിനിറ്റി ഫോർ ഹീമോഗ്ലോബിൻ ഈസ് 240 to 270 ടൈംസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ആൻഡ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഹാസ് ഹയർ അഫിനിറ്റി ഫോർ carbon monoxide, so it competes with oxygen to bind വിത്ത് ഹീമോഗ്ലോബിൻ. അതായത് കൂടുതലൊന്നുമില്ല, കാർബൺ മോണോക്സൈഡിന് അഫിനിറ്റി കൂടുതൽ ഓക്സിജനെക്കാട്ടിലും ആരോടാണ്? 240 മുതൽ 270 മടങ്ങ് കൂടുതൽ കാർബൺ മോണോക്സൈഡിലാണ്. സോ അവരെന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് ചെല്ലേണ്ട താമസമേ ഉള്ളൂ, ചെന്നങ്ങ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിരിയത്തില്ല. അപ്പം കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ ഫോമേഷന് കാരണമാവുകയും അത് മരണകാരണമാവുകയും ചെയ്യും. ഇനി സൾഫർ ഡയോക്സൈഡ് ഈസ് വൺ ഓഫ് ദ സെവറൽ ഫോംസ് ഇൻ വിച്ച് സൾഫർ എക്സിസ്റ്റ് ഇൻ എയർ. ദ അതേഴ്സ് ഇൻക്ലൂഡ് ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സൾഫേറ്റ് സോൾട്ട്. അപ്പം സെവറൽ ഫോംസ് സൾഫർ പല ഫോമിൽ നമുക്ക് കാണാൻ പറ്റും എയറിൽ. മറ്റ് ഫോംസിൽ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ രൂപത്തിലുണ്ട്, സൾഫ്യൂരിക് ആസിഡ്, സൾഫേറ്റ് സോൾട്ട്, ഇതിൻ്റെയൊക്കെ രൂപത്തിൽ സൾഫർ ഉണ്ട്. സൾഫർ ഡയോക്സൈഡ് റിസൾട്ട് ഫ്രം ദ കമ്പഷൻ ഓഫ് സൾഫർ കണ്ടെയ്നിങ് ഫോസിൽ ഫ്യൂവൽ ആൻഡ് വെൻ കോൾ ആൻഡ് ഫ്യൂവൽ ഓയിൽ ആർ ഓൾസോ ബേൺ. ഞാൻ മുമ്പേ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഗേഷ്യസ് പൊല്യൂട്ടൻ്റ് ആണ് സൾഫർ ഡയോക്സൈഡ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. പെട്രോളിയം ഡീസലും ഒക്കെ കത്തുമ്പോഴാണ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് ഫയേഴ്സ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് എമിഷൻസ് കണ്ടെയ്നിങ് സൾഫർ ഡയോക്സൈഡ്. നമ്മൾ വീട്ടിൽ വിറകടപ്പ് കത്തിക്കുമ്പോഴും ഇതേപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട്. ആസിഡ് എയറോസോൾസ്. സൾഫ്യൂരിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ആസിഡ് ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ റിയാക്ഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഗ്യാസ് വിത്ത് വാട്ടർ. അപ്പോൾ സൾഫർ ട്രൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സൾഫറും 3 ഓക്സിജനും ചേർന്നതാണ് സൾഫർ ട്രയോക്സൈഡ്. ഇത് വാട്ടറുമായിട്ട് ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നത്. ഇനി നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഗേഷ്യസ് പൊല്യൂട്ടൻസ് ആണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും സൾഫറും. ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദ ഇൻകംപ്ലീറ്റ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. Nitrogen dioxide, which has greater health effect, is a secondary pollutant created by the oxidation of nitrogen oxide under conditions of sunlight or may be formed directly by higher ടെമ്പറേച്ചർ. അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് പറഞ്ഞല്ലോ, സൺലൈറ്റിൽ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ഫോട്ടോകെമിക്കൽസുകളായിട്ട് മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആണ് നൈട്രജൻ ഓക്സൈഡ്. കമ്പഷൻ ഇൻ പവർ പ്ലാന്റ്സ് ഓർ ഇൻഡോർ ഫോം ഫ്രം ഗ്യാസ് സ്റ്റൗസ്. പവർ പ്ലാന്റ്സുകളിൽ നിന്നും ഇത് എമിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും. റെഡിഷ് ബ്രൗൺ ഗ്യാസ് പ്രസൻറ്റ് ഇൻ കാർ എക്സ്പോസ്റ്റ് ആൻഡ് പവർ പ്ലാന്റ്. ലെവൽസ് ഓഫ് എക്സ്പോഷർ ടു നൈട്രജൻ ഡയോക്സൈഡ് ദാറ്റ് ഷുഡ് നോട്ട് ബി എക്സീഡഡ് ആർ റെസ്പെക്റ്റീവ്ലി 400 mg per മില്യൺ പാർട്സ് പെർ മില്യനും ഇതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾ വേണ്ടി ഇവിടെ വരെ അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ലൈഡിലെ നോട്ട്, ഈ എയർ പൊല്യൂഷൻ്റെ നോട്ട്, ഇത് ഈ സ്ലൈഡ് നോക്കി എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് വേറെ തരും, അത് എഴുതിയാൽ മതി കേട്ടോ. ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല കേട്ടോ, ഈ സ്ലൈഡിൽ വന്നു പോയെന്നേ ഉള്ളൂ. ഇപ്പം കമ്പഷൻ ഇൻ പവർ പ്ലാന്റ്സ് ഓർ ഇൻഡോർസ് ഫ്രം ഗ്യാസ് സ്റ്റൗസ്, റെഡിഷ് ബ്രൗൺ ഗ്യാസ് പ്രസൻറ്റ് ഇൻ കാർ എക്സ്പോസ്റ്റ് ആൻഡ് പവർ പ്ലാന്റ്സ്. അത്രയും മതി കേട്ടോ. ഇതൊന്നും നിങ്ങൾക്കിപ്പം പറഞ്ഞാലും മനസ്സിലായി, പാർട്സ് പെർ മില്യൺ എന്തുവാണെന്നൊന്നും പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലൊക്കെ +1 +2 പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. ഇനി സ്മോഗ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സ്മോഗ് ഈസ് മേഡപ്പ് ഓഫ് മിക്സ്ചർ ഓഫ് ദോസ് പൊല്യൂട്ടൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് സ്മോക്കും ഫോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം മൂന്നാറിലും കൊടൈക്കനാലിലും ഊട്ടിയിലും ഒക്കെ ചെന്നാൽ മൂടൽമഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അത് സ്മോക്കുമായിട്ട് ചേർന്നാൽ എന്തുണ്ടാകും? സ്മോഗ് ഉണ്ടാകും. അപ്പോൾ സ്മോക്ക് പ്ലസ് ഫോഗാണ് സ്മോഗ്. അപ്പോൾ സ്മോഗ് ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ. അപ്പോൾ എയർ പൊല്യൂഷൻ ഉള്ളിടത്താണ് ഈ മൂടൽമഞ്ഞ്, ഈ സ്മോഗ് ഇങ്ങനെ
മഞ്ഞ് പോലെ വന്നിട്ട് വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ല, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ് വരെ ഉണ്ടാക്കും. അപ്പോൾ സ്മോഗ് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ. അപ്പോൾ എയർ പൊല്യൂട്ടഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് സ്മോഗ്. ദർ ആർ 2 types reducing smog characterized by sulfur dioxide and particulate, ആൻഡ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓസോൺ ആൻഡ് അതർ ഓക്സിഡൻസ്. നിങ്ങൾക്ക് സ്മോഗ് മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. ലാസ്റ്റ് 2 സെൻറ്റൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. 2 തരത്തിലുള്ള സ്മോഗ് ഉണ്ട്. ഒന്ന് റെഡ്യൂസിങ് സ്മോഗ് ക്യാരക്ടറൈസ്ഡ് ബൈ സൾഫർ ഡയോക്സൈഡ് ആൻഡ് പാർട്ടിക്കുലേറ്റ്. അപ്പം പാർട്ടിക്കിൾസുകളുണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസും സൾഫർ ഡയോക്സൈഡും കൂടെ ചേർന്ന് സ്മോഗ് ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഫോട്ടോകെമിക്കൽസ്, ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോട്ടോകെമിക്കൽസുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഓസോണും മറ്റ് ഓക്സിഡൻസുമായിട്ട് ചേർന്ന് സ്മോഗ് ഉണ്ടാകും. അപ്പോൾ സ്മോഗ് ഫസ്റ്റ് 2 സെൻറ്റൻസ് മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു സെൻറ്റൻസോട് ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ. First smoke-related death were in London in 1873, death of 500 people. Can you imagine how much worse the atmosphere is now? അപ്പം സ്മോഗ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം 500 പേരാണ് അന്ന് മരിച്ചത്. ലിമിറ്റ്സ് വിസിബിലിറ്റി, കാഴ്ച കുറയും, അതായത് ഇത് വന്നങ്ങ് മൂടും, വിസിബിലിറ്റി കുറയും. അതായത് നമുക്ക് എല്ലാ വർഷവും ഡൽഹിയിലൊക്കെ ഇങ്ങനെ ഒരു സ്മോഗ് ഉണ്ടായിട്ട് പിന്നെ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റില്ല, ആൾക്കാരൊക്കെ നടന്നും സൈക്കിളിലും ഒക്കെ പോകും. അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ അടച്ചിടും. എല്ലാ വർഷവും ഡൽഹിയിൽ സംഭവിക്കുന്ന കാര്യമാണ്, കാരണം ഹൈലി പൊല്യൂട്ടഡ് മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അപ്പോൾ നിങ്ങളത് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഡിക്രീസസ് UV റേഡിയേഷൻ, യെല്ലോ ഓർ ബ്ലാക്ക് കളർ ഓവർ സിറ്റീസ് കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആൻഡ് ബ്രോങ്കൈൽ റിലേറ്റഡ് ഡെത്ത്. ഇപ്പോൾ റെസ്പിറേറ്ററി ബ്രോങ്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻ പൈപ്പ് ബ്രാഞ്ച് ചെയ്ത് ലങ്സിനുള്ളിലേക്ക് കയറുന്ന ബ്രാഞ്ചസുകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടായി മരണകാരണം ആകാം. നമ്മുടെ സ്മോഗിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ഈ നോട്ട് സ്ലൈഡ് നോക്കി ആരും എഴുതണ്ട കേട്ടോ.